ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഒരു സിലബസ് ലാസ്റ്റ് വീക്ക് റിലീസായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് വീക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും സിലബസ് അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 90 days കോഴ്സ് ഫോർ ദ സിലബസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സ്റ്റഡി പ്ലാനൊക്കെ ചെയ്തതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് അവൈലബിൾ ആണ്. സോ ഈ ഒരു സെഷനിൽ നമുക്ക് ഓൾറെഡി അറിയാം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ഉണ്ട്, അതുപോലെ തന്നെ പോളി ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സും കൂടെ നമുക്ക് എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സിലബസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ നമുക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാമിന് പഠിച്ചാൽ എത്രത്തോളം പോളി ലെക്ചർ എക്സാമിന് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും എന്നൊരു ആസ്പെക്റ്റിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നല്ലോ, കാരണം ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ് സിലബസിനെ പറ്റി. ഡയറക്റ്റ്ലി നമ്മൾ സിലബസിലേക്ക് ഇപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എയുടെ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു 9 മോഡ്യൂൾസ് ഉള്ള ഒരു സിലബസാണ് കറൻ്റ്ലി കേരള PSC ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് 8 മോഡ്യൂൾസിന് ഒരു 10 മാർക്സും ആൻഡ് ഒരു മോഡ്യൂൾ നമ്പർ 8 ആണെന്നാണ് ഓർമ്മ. മോഡ്യൂൾ നമ്പർ 8ന് 20 മാർക്കിൻ്റെ മാർക്ക് ഷെയർ വെച്ചിട്ടാണ് കറൻ്റ്ലി എയുടെ സിലബസ് നമുക്ക് റിലീസായിരിക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് എൻ്റെ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോർ സെക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് മോഡ്യൂൾ ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയായിരുന്നു. ദെൻ അനലോഗ് സർക്യൂട്ട്സ് വരുന്നുണ്ട്, ദെൻ ഡിജിറ്റൽ വരുന്നുണ്ട്, ദെൻ മൈക്രോ പ്രോസസ്സേഴ്സ്, അതിൻ്റെ ഇൻ്റർഫേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു കോർ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ സ്കീമിൽ വരുന്ന സിഗ്നൽ പ്രോസസ്സിംഗ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിസം വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, ദെൻ സെൻസേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് പവർ സിസ്റ്റംസ്. ഇത്രയാണ് ഒരു ലാസ്റ്റ് ഒരു 9 മോഡ്യൂൾ വരുന്നത്. അതിൽ മോഡ്യൂൾ നമ്പർ 8 എന്ന് പറയുന്ന സെൻസേഴ്സിലും ഇൻസ്ട്രുമെൻറ്റേഷൻസിലും ഓൾമോസ്റ്റ് 20 മാർക്ക് ഷെയർ വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും ഈക്വലായിട്ട് 10 മാർക്ക് വെച്ചാണ് വരുന്നത്. ഇങ്ങനെയായിരുന്നു നമ്മൾ ഒരു എയുടെ സിലബസിനെ പറ്റി നമ്മൾ പറയുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള BTechൻ്റെ സിലബസിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. ബിക്കോസ് ഇലക്ട്രോമാഗ്നറ്റിക്സിലൊക്കെ ആണെങ്കിലും സെയിം ഒരു കണ്ടൻറ്റ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്ന പ്യുവർലി ഫോർ ഇലക്ട്രോണിക്സ് കാൻഡിഡേറ്റ്സ്. പക്ഷേ ലാസ്റ്റ് മോഡ്യൂൾ പവർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ എക്സാം എഴുതുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സിലബസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പവർ സിസ്റ്റം എന്ന് പറയുന്നത് മോർ ഇൻറ്റു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നതാണ് ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒക്കെ പഠിക്കുന്നതാണ്. പിന്നെ കുറച്ച് ഒരു പവർ ഇലക്ട്രോണിക്സും ദെൻ റെഗുലേറ്റഡ് പവർ സപ്ലൈ മോഡ്യൂൾസിനെ പറ്റിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഏകദേശം ഒരു അറൗണ്ട് 90 ഡേയ്സിന് അടുത്താണ് നമുക്ക് ടൈം ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പഠിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസൊക്കെ കവർ ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഒരു 6 മണിക്കൂറൊക്കെ നമ്മൾ ഡെയിലി ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് പോളി ലെക്ചർ ഇലക്ട്രോണിക്സ് നമുക്ക് എക്സാം വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സിലബസിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോളി ലെക്ചർ എത്രത്തോളം ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കറൻ്റ്ലി നമുക്ക് ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഈ ഒരു സിലബസിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് എത്ര യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. കറൻ്റ്ലി നമുക്ക് ലാസ്റ്റ് ടൈമിൽ സിലബസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്ചററിൻ്റെ സിലബസിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും വരുന്നതാണ് ബേസിക് എഞ്ചിനീയറിംഗ്. നമ്മൾ ഫസ്റ്റ് ഇയറിലും ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ പഠിക്കുന്ന ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ പോലെയുള്ള സബ്ജക്റ്റ്. ദെൻ മാത്തമാറ്റിക്സ്, നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കും. ഇതൊന്നും നമ്മുടെ എയുടെ എക്സാമിന് ഇല്ലാത്ത ടോപ്പിക്സ് ആയിരുന്നു. ഈ മാത്സ് ഒക്കെ നമുക്കിപ്പോൾ ഈ സിഗ്നൽസിലൊക്കെ ചെറുതായിട്ട് വരുന്നു എന്നുണ്ടെങ്കിലും ഒരു സ്പെസിഫിക് മോഡ്യൂളായിട്ട് ലെക്ചർ എക്സാമിന് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ ആൻഡ് ബേസിക്
ബേസിക് ഇലക്ട്രിക്കൽ. എല്ലാ സബ്ജക്റ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ സിവിലിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ മാത്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെട്രീസസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, ദെൻ ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ജിയോമെട്രി, കോർഡിനേറ്റ് ജിയോമെട്രി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു 6 മോഡ്യൂളിൽ നിന്നുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ദെൻ ബേസിക് സിവിലാണ് വരുന്നത്. ബേസിക് സിവിൽ കുറേ തിയറി വരുന്നൊരു ടോപ്പിക്കാണ്. ബിൽഡിംഗ് മെറ്റീരിയൽ, സർവേയിങ്, ലെവലിംഗ്, ഫൗണ്ടേഷൻ, ദെൻ ഒരു സിമെൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വാസ്റ്റായിട്ട് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ബേസിക് സിവിൽ എന്ന് പറയുന്നത്. ദെൻ ബേസിക് മെക്കാനിക്കലിൽ വരുന്നുണ്ട് എൻജിൻസിനെ പറ്റി. പവർ പ്ലാന്റ് എനിക്ക് തോന്നുന്നു നമ്മൾ പവർ സിസ്റ്റത്തിലെ ജനറേഷൻ്റെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റംസ്, മെക്കാനിക്കലിലെ ട്രാൻസ്മിഷൻ സിസ്റ്റംസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ തുടക്കത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മെക്കാനിക്കലിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ സിമ്പിളായിട്ട് വരുന്ന ഓംസ് ലോ, പാസി കമ്പോണൻസ്, അതിൻ്റെ പെർഫോമൻസ്, AC DC സർക്യൂട്ട്സ്, അതിൻ്റെ പെർഫോമൻസ്, പവർ, എനർജി എന്നൊക്കെ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എർത്തിങ് വരുന്നുണ്ട്, പവർ കാൽക്കുലേഷൻ, എനിക്കൊന്ന് ഇലുമിനേഷനും കൂടെ അതിൻ്റെ കൂടെ വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ഇലക്ട്രിക്കലിലും നമുക്ക് ഉൾപ്പെടുത്തി കണ്ടിരിക്കുന്നത്. ദെൻ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 5 പോർഷൻസാണ് നമുക്ക്. ബേസിക് പോർഷൻസ് എന്ന് വെച്ചാൽ റെക്ടിഫയേഴ്സ്, SMPS, UPS, മൈക്രോ കൺട്രോളേഴ്സ് എല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ ഇത്രയും ഉള്ള ഒരു 5 കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മുടെ മോഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്ന സിലബസ്. അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഒരു പോളി ലെക്ചറിൻ്റെ മോഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ഈ പറയുന്ന ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 25 to 40, ഒരു 30 to 40 മാർക്സിന് വരുന്ന മാർക്സിൻ്റെ ഒരു ഷെയർ വരുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഈ പറയുന്ന മോഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. നമുക്കെല്ലാം പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചതായിരിക്കും ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്. ദെൻ സെക്കൻഡ് മോഡ്യൂളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് പ്യുവർലി സബ്ജക്റ്റ് ബേസിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഇതിനകത്ത് നമുക്ക് ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഫീഡ്ബാക്ക് ആൻഡ് മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ എയുടെ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഇതെല്ലാം നമ്മൾ എയുടെ സിലബസിൽ ഉൾപ്പെട്ടതാണ്. സോ 100% സെയിം സബ്ജക്റ്റ് തന്നെയാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൻ്റെ കേസിലും ഇതിൽ വരുന്നത്. അതുപോലെ LIC, ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, വേവ് ഷേപ്പിംഗ് പോലുള്ള ഓപ്പാമ്പിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ്, വേവ് ഫോം ജനറേറ്റേഴ്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ, അതായത് സെക്കൻഡ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. സിമിലർലി നമ്മൾ ഇതും നമ്മുടെ നേരത്തെ പറയുന്ന എയുടെ സിലബസിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുന്നൊരു കാര്യമാണ്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്, ഇങ്ങനെ തന്നെ ഒരു മോഡ്യൂൾ, എനിക്കൊന്ന് മോഡ്യൂൾ നമ്പർ 3 ആണെന്ന് തോന്നുന്നു, സെയിം മോഡ്യൂൾ തന്നെ നമ്മുടെ എയിൽ വരുന്നുണ്ട്. സോ സിമിലർലി നമ്മൾ അവിടെ പഠിച്ച് തീർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പോളി ലെക്ചറിൻ്റെ എക്സാമിന് നമുക്ക് ഹൈലി യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കായിരിക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് വിളിക്കുന്നത്. അത് നമ്പർ സിസ്റ്റം വരുന്നുണ്ട്. നമുക്കറിയാം നമ്പർ സിസ്റ്റമൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് നമ്പർ സിസ്റ്റം, ലോജിക്കൽ ഗേറ്റ്സ്, K-മാപ്പ് വെച്ചുള്ള സിംപ്ലിഫിക്കേഷൻ, ദെൻ ആർക്കിടെക്ചേഴ്സ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ADC DAC എന്ന് പറയുന്ന അതിനെപ്പറ്റിയൊക്കെയുള്ള സ്ഥിരം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഡെഫിനറ്റ്ലി നമ്മൾ എയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, AM, FM, PM, DSP, ആൻറ്റിനയുടെ കാര്യങ്ങൾ, ഡിജിറ്റൽ മോഡുലേഷൻ, സാറ്റലൈറ്റ്, TV സിസ്റ്റം. എനിക്കൊന്നും ഈ TV സിസ്റ്റം ഒന്നും എനിക്ക് നമ്മുടെ എയുടെ സിലബസിൽ ഇല്ല എന്നെൻ്റെ ഓർമ്മ. പക്ഷേ എന്നിരുന്നാലും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ എയുടെ എക്സാമിന് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പഠിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതും നമ്മൾ ഓൾറെഡി കവർ ചെയ്തതായിരിക്കാം. നമ്മുടെ എയുടെ എക്സാമിന് കവർ ചെയ്യുന്ന പോർഷൻസ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറയുന്ന ഈ ഒരു പാർട്ടിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് one is power electronics, opto electronics, PLC and instruments. ആക്ച്വലി ഇത് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പവർ സിസ്റ്റത്തിൽ എയുടെ സിലബസിനകത്ത് പവർ സിസ്റ്റത്തിൽ അവസാനം കുറച്ച് പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു പോർഷനിലിടയിൽ SCR, ട്രയാക്ക് അങ്ങനത്തെ കുറച്ച് സ്വിച്ചസിനെ പറ്റിയും പറയുന്നുണ്ടായിരുന്നു അല്ലേ.
അപ്പോൾ ആ ഒരു കണ്ടൻറ്റിനെ എല്ലാം ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഒരു മോഡലാക്കിയിട്ടിരിക്കുന്നതാണ് ഈ ലാസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്ന പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ. അത് ബേസിക്കായിട്ട് പവർ ഇലക്ട്രോണിക്സ് കൺവേർട്ടേഴ്സ് വരാം, അതിൻ്റെ സ്വിച്ചസ് വരാം, കൺവേർട്ടേഴ്സ് വരാം, അതിൻ്റെ പെർഫോമൻസ് വരാം, ഇൻ ഡെപ്തിൽ മേ ബി ഒക്കെ ചോദിക്കാം. ഇപ്പം അതിൻ്റെ അനാലിസിസ് ഒക്കെ ചോദിക്കാം. ദെൻ ഒപ്റ്റോ ഡിവൈസസ്, PLC, DSO, അനലൈസേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്, സെൻസേഴ്സ് വരുന്നുണ്ട്, പവർ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, കൺവേർട്ടേഴ്സ്, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഇക്വേഷൻസ്, കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് മോഡലിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സിലബസും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാറ്റി നിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90-95 എബോവ്% സിമിലർ ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ തന്നെയാണ്. വിരളമാകുന്ന കുറച്ച് സബ്ജക്റ്റ് വേരിയേഷൻസ് മാത്രമാണ് നമുക്ക് കോർ സബ്ജക്റ്റിലൊക്കെ വരുന്നത്. പക്ഷേ നേരെ മറിച്ച് ലെക്ചറിനകത്തുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസിക് എൻജിനീയറിംഗ് സബ്ജക്റ്റുകളുടെ ഒരു പ്രസൻസ് ആണ് ഇതിനകത്ത് ഒരു ഹ്യൂജ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 25-30 മാർക്ക് കൂടുതൽ പോകാൻ സാധ്യതയില്ല. ഒരു 30-35 മാർക്സിനൊക്കെ ആയിരിക്കാം ഒരു ബേസിക് എൻജിനീയറിംഗിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ പോയിന്റിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കുറേ പേരൊക്കെ അത് സ്കിപ്പ് ചെയ്ത് കളയും ടെക്നിക്കലി പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നേരെ മറിച്ച് ഒരുപക്ഷെ നമുക്കൊരു 20 ചോദ്യം, 25-30 ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 80% നമുക്ക് ഒരു 2 വായനയിൽ ഓർത്ത് വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കാം നമുക്ക് മെജോറിറ്റി ഈ പറയുന്ന ബേസിക് എൻജിനീയറിംഗ് ടോപ്പിക്കുകളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എയുടെ സിലബസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആകും, അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി പറയുകയാണ്, എയുടെ സബ്ജക്റ്റുകൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കുകൾ 100% നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം സിലബസ് സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10%-ൽ നിന്ന് 20% താഴെയുള്ള ഡിഫറൻസ് മാത്രമാണുള്ളത്. സോ ഹൈലി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ എയുടെ സിലബസ് കവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോളി ലെക്ചറിന്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് അനലോഗിൻ്റെയും ഡിജിറ്റലിൻ്റെയും ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 100% നമ്മൾ 2 എക്സാമിന് ഫുള്ളി കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് നമുക്ക് ഈ 2 എക്സാമിന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ മൈക്രോ കൺട്രോളേഴ്സും മൈക്രോ പ്രോസസ്സേഴ്സും മൈക്രോ കൺട്രോളേഴ്സും അതും രണ്ടും സിമിലറാണ്. 2ന് 100% സിമിലർ കണ്ടൻ്റാണ് വരുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 95% സെയിമാണ് വരുന്നത്. പോളി ലെക്ചറിനകത്ത് കുറച്ചും കൂടെ അഡീഷണൽ സംഭവങ്ങൾ വരുന്നത് TV ആൻറ്റിന പോലെയുള്ള മോഡുലേഷൻ്റെ കുറച്ച് ടൈപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് അധികം വരുന്നതെന്ന് മാത്രമാണുള്ളത്. ജസ്റ്റ് ഒരു 5% ഒരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. പവർ ഇലക്ട്രോണിക്സ് അതൊരു 90% പറഞ്ഞാലും ലെക്ചറിൻ്റെ കേസ് വരുവാണെങ്കിൽ ഒരു ഫോക്കസ് ചെയ്യുന്ന ഏരിയയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ സ്വിച്ചസ്, മോസ്ഫെറ്റ്, SCR, ട്രയാക്ക് പോലുള്ള സ്വിച്ചസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് കൺവേർട്ടേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ചോപ്പേഴ്സ് ആയിക്കൊള്ളട്ടെ, ഇൻവേർട്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, അതിനെപ്പറ്റിയെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് UPS, SMPS എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കുകളൊക്കെ നിലവിലെ എയുടെ സിലബസിൽ വന്നിട്ടുണ്ട്. സോ മേ ബി അതും നമുക്ക് ഇൻ ഫ്യൂച്ചർ ബാക്കിയുള്ള സിലബസിലും ആഡ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഒരു 90-95% സെയിം തന്നെയാണ് ഈ പറയുന്ന പവർ ഇലക്ട്രോണിക്സിൻ്റെ കേസിലും വന്നിരിക്കുന്നത്. ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് സെൻസേഴ്സ് അത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറേ ട്രാൻസ്ഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് ഈ പറയുന്ന ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഡിഫറെൻറ്റ് പെർഫോമൻസ്, ഡിഫറെൻറ്റ് കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഡിഫറെൻറ്റ് സെൻസേഴ്സ്, ഇതെല്ലാം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് 2 എക്സാമിന് വരുന്നത്. ദെൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആൻഡ് DSB. അതിനെപ്പറ്റി നമ്മൾ സിലബസിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ എഗെയിൻ 90% സിമിലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോളി ലെക്ചറിന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് DSBയുടെ കുറച്ചും കൂടെ ഇന്നറിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് 2 കണ്ടൻറ്റുകൾ വന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഡെഫിനിഷൻസ്, ഓരോ ആപ്ലിക്കേഷൻസ്, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, ഓൾമോസ്റ്റ് 90% സിമിലർ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് വന്നിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക്സും ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ നമ്മുടെ
എയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്. വേവ് ഇക്വേഷൻ്റെ കേസസൊക്കെ കുറച്ചധികം കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. മാക്സ്വെൽസിൻ്റെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, ഗോസ് ലോ പോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കി എൻ്റെ ആപ്ലിക്കേഷൻ ഫീൽഡുകളെ പറ്റി പറയുന്നുണ്ട്. ഇൻഡക്ഷൻ, കപ്പാസിറ്റൻസ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്കൊരു ബൗണ്ടറി കണ്ടീഷൻ്റെ കേസസൊക്കെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരു 90%ഓളം, പക്ഷേ അഗെയിൻ 90%ഓളം സിമിലറാണ് ആ ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആൻഡ് ബേസിക് സയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ നമുക്ക് കാണാൻ സാധിക്കില്ല ഏതിൽ, എയിൽ. എയുടെ എക്സാമിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾ കാണാൻ സാധിക്കില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചിന്നിച്ചിതറി ഒക്കെ ചില മാത്സിൻ്റെ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരു 50% ഉണ്ട് എന്നുണ്ടെങ്കിലും ഡെഡിക്കേറ്റഡ് ഒരു ടോപ്പിക്കുകളായിട്ട് നമ്മൾ എയുടെ സിലബസിൽ കണ്ടിട്ടില്ല. പക്ഷേ പോളി ലെക്ചറിലൊക്കെ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സെപ്പറേറ്റ് മോഡ്യൂൾ ഫോർ മെട്രീസസ്, പ്രോബബിലിറ്റി, അത് ഇതെന്നൊക്കെ പറയുന്ന കുറേ മോഡ്യൂൾസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് അവരുടേതായ ഒരു മാർക്ക് ഷെയറും സെപ്പറേറ്റ് മോഡലും കാണും. പോളി ലെക്ചറിനൊക്കെ ഉണ്ടാവുക. പക്ഷേ എയ്ക്ക് നിലവിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വെരിലോഗ് HDL ഓൾമോസ്റ്റ് 60%ഓളം സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ദെൻ ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് സിവിൽ, അത് എന്ന് പറയും. നമ്മൾ ബേസിക് ഇലക്ട്രിക്കലൊക്കെ ചില ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ പഠിക്കും. ഓംസ് ലോ, അത് KVL, KCL എന്നൊക്കെ പഠിക്കും. പക്ഷേ ഈ നേരത്തെ മാത്സ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അവിടെ കാണില്ല. ഓക്കെ, അപ്പം ബേസിക് മെക്കാനിക്കലിനും സിവിലിനും ഒട്ടുമേ കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഡീഷണലായിരിക്കും. നമുക്ക് ഇപ്പം പഠിച്ചാൽ നമുക്ക് അഡീഷണലായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ബേസിക് സംഭവങ്ങളൊക്കെ. പിന്നെ കൺട്രോൾ സിസ്റ്റംസാണ് വരുന്നത്. കൺട്രോൾ സിസ്റ്റത്തെ നമ്മുടെ എയുടെ സിലബസിൽ എവിടെയും കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോളി ലെക്ചറിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു മോഡ്യൂൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോളി ലെക്ചറിനൊക്കെ അത്യാവശ്യം ചോദിക്കാൻ കണ്ടൻറ്റുള്ളൊരു ടോപ്പിക്കാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ജനറൽ ടോപ്പിക്കുകൾ, കുറച്ച് വേസ്റ്റുകളുടെ കാര്യവും അത് ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പോളി ലെക്ചറിലുണ്ട്. അത് ഡെഫിനറ്റ്ലി എയ്ക്ക് ഇല്ല. അപ്പോൾ അതൊക്കെ അഡീഷണൽ ടോപ്പിക്കാണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ടോപ്പിക്കുകളുടെയൊക്കെ ഇടയിലുണ്ടെങ്കിൽ പോലും നമുക്ക് യൂഷ്വലി ഒരു സബ്ജക്റ്റായിട്ട് നമ്മുടെ മോഡ്യൂൾസിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്തിട്ടില്ല ഈ പറയുന്ന വേസ്റ്റിൻ്റെ കാര്യവും ജനറൽ ടോപ്പിക്സുകളൊക്കെ. അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിമിലാരിറ്റി, ഓൾമോസ്റ്റ് 80%, 85%ഓളം സിമിലാരിറ്റി നമുക്ക് കണ്ടെത്താൻ സാധിക്കും എയുടെ സിലബസും പോളി സിലബസും. ദാറ്റ് മീൻസ് നമ്മൾ വൺസ് എയുടെ ഒരു സിലബസ് തറോ ആയിട്ട് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ definitely in future it will be helpful for your poly lecture electronics examination. Okay, so definitely നിങ്ങൾ അതും കൂടെ മനസ്സിൽ വെച്ച് ഈ എയ്ക്ക് മാത്രമല്ലാതെ പോളി ലെക്ചറിനും കൂടെ മനസ്സിൽ കണ്ട് തന്നെ സിലബസ് കവർ ചെയ്ത് പോവുക. ഡെപ്തിൽ പഠിക്കേണ്ടടുത്ത് ഡെപ്തിൽ പഠിക്കുക, പെട്ടെന്ന് പോകേണ്ടടുത്ത് പെട്ടെന്ന് പോവുക. കാരണം രണ്ടും ഏകദേശം ഒരു 80-85%, 90%ഓളം സിമിലർ സബ്ജക്റ്റ് തന്നെയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴേക്കും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമുക്ക് സിലബസ് തീർക്കാൻ പറ്റും. രണ്ടാമത് പോളിയുടെ എക്സാം വരുമ്പോഴേക്കും നമുക്ക് റിവൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ പോളി വരുമ്പോഴേക്കും അഡീഷണലായിട്ട് മാത്സ് പഠിക്കണം, കുറച്ച് ബേസിക് എഞ്ചിനീയറിംഗ് പഠിക്കണം, ബേസിക് ആയിട്ടുള്ള ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള എഞ്ചിനീയറിങ്ങിനെ പറ്റി പഠിക്കണം. അങ്ങനെ കുറച്ച് അഡീഷണൽ സാധനങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി രണ്ട് സബ്ജക്റ്റും സിമിലർ, രണ്ട് എക്സാമും ഒരു ഭൂരിഭാഗവും സെയിം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഒരു എയുടെ സിലബസ് വെച്ച് എയ്ക്ക് മാത്രമല്ല ഇനി വരുന്ന ഇലക്ട്രോണിക്സുകളുടെ പല എക്സാമിനും ഹെൽപ്ഫുൾ ആകും എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ താമസിച്ച് പഠിച്ചു തുടങ്ങുന്നവർ ഹെൽപ്ഫുൾ ആകില്ല എന്ന് വിചാരിച്ച് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഇനിയും വരുന്ന എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സിലബസ് തന്നെ ഒരു തവണയോ 2 തവണയോ 3 തവണയോ എല്ലാം റിവിഷൻ നടത്താനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സൺഡേയിൽ നമ്മൾ നടത്തിയ വെബിനാറിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്റ്റഡി പ്ലാൻ മേക്ക് ചെയ്യുക. ആ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോഴേ മുന്നോട്ട് പോകുക. ഡിഫിക്കൽട്ടാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക.
നെക്സ്റ്റ് ഒരു എക്സാമിന് വേണ്ടി പോളി ലെക്ചറാകാം, വേറെ ഏതെങ്കിലും ഏരിയയാകാം, ഓവർസിയർ ആകാം, എന്ത് വേണേലും ആകട്ടെ, നെക്സ്റ്റ് വരുന്ന എക്സാമിനും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങളിപ്പോൾ പഠിക്കാൻ. ബിക്കോസ് ഈ സിലബസിൽ നിന്ന് ഒരു ഡീവിയേഷൻ അടുത്തെങ്ങും ഉണ്ടാകാൻ സാധ്യതയില്ല. സോ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എയ്ക്ക് വേണ്ടി നല്ല തറവായിട്ട് പഠിക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ ഫ്യൂച്ചർ എക്സാംസ് ഓൾസോ. സോ ഈ ഒരു സെഷൻ കൊണ്ട് ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു എക്സാം സീസൺ നേരെയാണ്. നന്നായിട്ട് പഠിക്കുക. എയുടെ സബ്ജക്റ്റ് സിലബസ് ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിച്ച് ഫിനിഷ് ചെയ്യുക. അതുപോലെ തന്നെ ആ പഠിക്കുന്നതെല്ലാം നിങ്ങൾക്ക് എ പി അല്ല ലെക്ചറിൻ്റെ എക്സാമിനും ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.